എവിടൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കണം. എത്ര ഭീകരാന്തരീക്ഷമാണ്. അവരൊക്കെ പേടിച്ച് വിറച്ചാണ് ജീവിക്കുന്നത്. അതും കുടുംബക്കാർ, സ്വന്തക്കാർ, ആളുകളായിട്ടുള്ള ആളുകളെ കൂടുതലും ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള ആളുകൾ എന്തെങ്കിലും ഒരു വിഷയം റൈസ് ചെയ്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ മാനേജ്മെന്റിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് ഇവർക്ക് വോയിസ് ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല, ആരും മുന്നോട്ട് വരില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ അവര് ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. ഈ അസോസിയേഷനുകളിലൊക്കെ ജനങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞുമല്ലേ ഇരിക്കുന്നത്. ഓരോ സ്ഥലത്തും നടക്കുന്ന പ്രാദേശികമായിട്ടുള്ള ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക പ്ലീസ്. സത്യം ഇതാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അനീതി കാണുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനും കൂടെ ഉള്ള ഒരു ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട് എന്നുള്ള സത്യം നമ്മൾ മറച്ചു വെക്കാൻ പറ്റില്ല. അനീതിയാണ് കാണിക്കുന്നത് എങ്കിൽ